ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം തുടരുമ്പോൾ ഇങ്ങ് തെക്ക് കേരളത്തിലും നിരവധി വിമുക്ത ഭടന്മാർ യൂണിഫോം തയ്യാറാക്കി സൈന്യത്തിന്റെ ഒരു വിളിക്കായി കാതോർത്തിരിക്കുന്നുണ്ട്. ആറന്മുള എരുമക്കാട് മഹാവീര ചക്ര ഭവനിലും ബെന്നി ഫിലിപ്പ് എന്ന വിമുക്ത ഭടൻ വസ്ത്രങ്ങളെല്ലാം പാക്ക് ചെയ്ത് യൂണിഫോമും തയ്യാറാക്കി രാജ്യസേവനത്തിന് പുറപ്പെടാൻ തയ്യാറായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ശത്രുരാജ്യത്തിന്റെ സൈനിക മേധാവികൾ പേടിച്ച് മാളത്തിൽ ഒളിക്കുന്നതിന്റെയും രാജിവെച്ച് കണ്ടം വഴി ഓടുന്നതിന്റെയും എല്ലാം വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വായിച്ചും കേട്ടും അറിയുമ്പോഴും നമ്മളറിയാതെ നമ്മുടെ തൊട്ടയൽപ്പക്കത്ത് ഒരു വിമുക്ത ഭടൻ നിശബ്ദനായി ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു ആജ്ഞയ്ക്കായി കാതോർത്ത് രാജ്യസേവനത്തിന് സന്നദ്ധനായി നിൽക്കുന്നുണ്ടാവും. രാജ്യത്തെമ്പാടും ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് വിമുക്ത ഭടന്മാരാണ് ഞൊടിയിടയിൽ പരിശീലനം ലഭിച്ച സൈനികരായി സൈന്യത്തിനൊപ്പം ചേർന്ന് പോരാടാൻ കാത്തിരിക്കുന്നത്. ശത്രുക്കൾക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നതിലുമേറെ അപ്പുറം കടൽ പോലെ അതിരുകളില്ലാത്ത സേനാവ്യൂഹം ചമയ്ക്കാനുള്ള ഭാരതത്തിന്റെ കഴിവിലാണ് ഇന്ത്യൻ ജനതയുടെ ആത്മവിശ്വാസവും. അതിർത്തി കലുഷിതമായതോടെ ശത്രുരാജ്യമാകമാനം അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ അവസ്ഥയിലാകുമ്പോഴും അതിർത്തിക്കിപ്പുറം ഇന്ത്യയിൽ ജനജീവിതം സാധാരണ നിലയിലാണ്. ആറന്മുള എരുമക്കാട് മഹാവീര ചക്ര ഭവനിൽ റിട്ടയേർഡ് സുബേദാർ മേജർ ബെന്നി ഫിലിപ്പ് എപ്പോഴും ഒരു യൂണിഫോം തയ്യാറാക്കി വെച്ചിരിക്കും. അതിർത്തി സംഘർഷഭരിതമായപ്പോൾ തന്നെ യൂണിഫോം അടക്കം വസ്ത്രങ്ങൾ പായ്ക്ക് ചെയ്ത് തയ്യാറായി കഴിഞ്ഞു. സൈന്യത്തിന്റെ നിർദ്ദേശമുണ്ടായാൽ പിന്നെ പുറപ്പെടാൻ ഒരു നിമിഷം താമസമുണ്ടാവരുത് എന്നാണ് ബെന്നി ഫിലിപ്പിന്റെ പക്ഷം. ഭാരത സൈന്യത്തിന് പാകിസ്ഥാൻ ഒന്നും ഒരു ഇരയല്ല എന്ന് ബെന്നി ഫിലിപ്പ് പറയുന്നു. അത് നിഷ്പ്രയാസമാണ്. നിഷ്പ്രയാസം എങ്ങനെ ഉണ്ടാവും? അവർ ജീവിച്ച രീതിയും അവർക്ക് കിട്ടിയ ട്രെയിനിങ്ങും അവരുടെ മാനസിക നില, ഏറ്റവും കൂടുതൽ ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ച് മൊറാളെന്ന് പറയും, അതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അത് സംബന്ധിച്ച് നമുക്കതൊരു വലിയ വിഷയമല്ല, വലിയ വിഷയം എന്നല്ല, ഒട്ടുമേ അല്ല. പിന്നെ ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സർവീസിൽ ഇതേപോലെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കിട്ടുന്നത് ഒരു മഹാ അനുഭവമാണ്. ഞാൻ റിട്ടയർമെൻറ്റായി വന്നതിന് ശേഷവും എൻ്റെ ഒരു യൂണിഫോം ഞാൻ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോർമൽ സെറമോണിയൽ ഡ്രസ്സ് ഒരെണ്ണം, അതുകൂടാതെ 2 കോംബോ ഡ്രസ്സ് ഞാൻ പെൻഷൻ വന്നപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയ്ക്കായി വെക്കാനെ കൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണത്. അത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഏതൊരു പ്രതിസന്ധി വരുവാണെങ്കിലും രാജ്യത്തിന് വേണ്ടി പോകാൻ വിളിക്കപ്പെട്ടാൽ പോകുവാൻ തയ്യാറാണ്, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. അതൊരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഔദാര്യമല്ല, അവകാശമാണ്. അത് ഞങ്ങൾ 100% പുലർത്തിയിരിക്കും. മഹാവീര ചക്ര പേര് വരാനുള്ള കാരണം എൻ്റെ പിതാവ് പരതനായ ക്യാപ്റ്റൻ തോമസ് ഫിലിപ്പോസ് മഹാവീർ ചക്ര, അദ്ദേഹം 3 യുദ്ധങ്ങളിൽ അറ്റൻഡ് ചെയ്തു. 1962 ഇൻഡോ ചൈന വാർ, 65 ഇൻഡോ പാകിസ്ഥാൻ വാർ, 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ. 3 വാറിലും കൗണ്ടർ ഇൻസർജൻസിയിലും ഓപ്പറേഷനുകളിൽ നിരവധി പങ്കെടുത്തു. 71 യുദ്ധത്തിലാണ് അദ്ദേഹത്തിന് ഇന്ത്യ ഹയസ്റ്റ് സെക്കൻഡ് ഗാലൻട്രി അവാർഡായ മഹാവീർ ചക്ര ലഭിക്കുന്നത്. ഇന്ത്യൻ സൈനികന് വിശ്രമ ജീവിതം എന്നൊന്നില്ല. ജീവിതകാലത്ത് ഏത് സമയവും രാജ്യസേവനത്തിന് വിമുക്ത ഭടന്മാർ തയ്യാറാണ്. അത് സൈനിക പരിശീലനത്തിലൂടെ ലഭിക്കുന്ന ആത്മവീര്യം ആണെന്നും ബെന്നി ഫിലിപ്പ് പറയുന്നു. സൈന്യത്തിന്റെ 2ാമത്തെ പരമോന്നത ബഹുമതിയായ മഹാവീര ചക്ര നേടിയ ഏക മലയാളിയായ ക്യാപ്റ്റൻ തോമസ് ഫിലിപ്പോസിന്റെ മകനാണ് ബെന്നി ഫിലിപ്പ്. 2 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും ചൈന യുദ്ധത്തിലും പങ്കെടുത്ത തോമസ് ഫിലിപ്പോസിന് ബംഗ്ലാദേശ് വിമോചനത്തിനായി നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ പോരാട്ട വീര്യം പരിഗണിച്ചാണ് രാജ്യം മഹാവീര ചക്ര പുരസ്കാരം നൽകി ആദരിച്ചത്. മഹാവീര ചക്ര തോമസ് ഫിലിപ്പോസിന്റെ പേരിൽ രാജ്യത്ത് കേരളം ഒഴികെ മിക്ക സംസ്ഥാനങ്ങളിലും ശ്രദ്ധേയമായ സ്മാരകങ്ങളുമുണ്ട്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആറന്മുള എരുമക്കാട് റോഡിന് മഹാവീര ചക്ര തോമസ് ഫിലിപ്പോസിന്റെ പേര് നൽകും എന്ന പ്രഖ്യാപനമുണ്ടായിരുന്നെങ്കിലും പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ല. അദ്ദേഹം ജീവിച്ചിരിക്കെ സ്വന്തം പുരയിടത്തിൽ അപകടത്തിൽ മരിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച വീരജവാൻ സ്മാരകം ഇന്നും കുടുംബം പരിപാലിച്ചു വരുന്നുണ്ട്. പിതാവിന്റെ പാതയിൽ രാജ്യസേവനത്തിനായി അവസരം കാത്തിരിക്കുകയാണ് ബെന്നി ഫിലിപ്പും. ഇവിടെ സൈന്യത്തിനൊപ്പം ചേരാൻ ലക്ഷക്കണക്കിന് ബെന്നി ഫിലിപ്പുമാർ കാത്തിരിക്കുമ്പോഴാണ് കുറെ ഭീരുക്കളുടെ പടയെയും കൊണ്ട് ഭാരതത്തെ ചൊറിയാനുള്ള ദുസ്സാഹസത്തിന് പാകിസ്ഥാൻ ഒരുങ്ങിയത്. ഇനി കണ്ടു തന്നെ അറിയണം പാകിസ്ഥാനെ നിന്റെയൊക്കെ അവസ്ഥ. DDB ന്യൂസ്, പത്തനംതിട്ട.